ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് അമ്മ നമുക്ക് തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ്റെ ഡിഷാണ് കേട്ടോ. ഒരു സോസി സ്വീറ്റ് ആൻഡ് സ്പൈസി ആയ ഈ ഒരു ചിക്കൻ്റെ ഡിഷ് ശരിക്കും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. ഇതൊരു ചൈനീസ് വിഭവമാണ്. കുങ് പാവ് ചിക്കൻ ആണിത്. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, കാരണം അതാണ് നമുക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അമ്മയുടെ കുങ് പാവ് ചിക്കൻ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഇതിനായിട്ട് ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 വലിയ ബ്രസ്റ്റ് പീസസ് ആണ്. ഇതിപ്പോൾ ഈ ഒരു ബൈറ്റ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറാണ്, അതും കൂടി ചേർക്കാം. സോയാ സോസ് ചേർത്തത് കൊണ്ട് ഉപ്പ് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല കേട്ടോ. ഇതിനി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, സോയാ സോസ് ഒരു 4 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ബൗളിലേക്ക് ചേർക്കുകയാണ്. കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സോസ് നമുക്കിനി അങ്ങ് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒരു 20 വറ്റൽമുളകുണ്ട്. കാശ്മീരി ചില്ലി അല്ല, സാധാ വറ്റൽമുളകാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്കെടുക്കണം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. എനിക്ക് കുറച്ച് സ്പൈസ് ലെവൽ വേണം, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അരിയും കൂടി അങ്ങ് ചേർക്കുകയാണ്. സോസസ് ഒക്കെ നമ്മൾ ചേർക്കുന്നതല്ലേ, അപ്പോൾ അത്യാവശ്യം ഒരു സ്പൈസ് ലെവൽ വേണം. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആകണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അരി അങ്ങ് മാറ്റിയിട്ട് സ്കിന്ന് മാത്രം ഉപയോഗിക്കാം. ഇത് നമുക്കിനി അങ്ങ് മാറ്റി വെക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒരു ചൈനീസ് കുക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു ചൈനീസ് കടായി തന്നെയാണ് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു 1/4 കപ്പ് തൊലി മാറ്റിയ കപ്പലണ്ടിയാണ്, പീനട്ട്സ്, അതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിൽ നിന്ന് കുറച്ച് ഓയിൽ നമുക്കങ്ങ് മാറ്റാം. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 10 വെളുത്തുള്ളി അല്ലി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് ബൾബാണ്, അതും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉണ്ട് ഇത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് മൂപ്പിക്കണം. എല്ലാം കൂടി മൂത്ത് നല്ലൊരു മണം വരുമ്പം നമ്മുടെ വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ച് കൂടി ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് നന്നായി മൂത്ത് വരണം കേട്ടോ. ഫ്ലെയിം ഇപ്പം മീഡിയം ടു ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. മുളകിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ അതിലേക്ക് റിലീസാകണം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. മുളക് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോയിലേക്കാക്കി വെക്കണം. നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കണം. സോസ് ഒന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സോസും എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ടായി കിട്ടും. നല്ല സോസി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണിത് കേട്ടോ. എന്നാൽ നല്ല സ്പൈസിയുമാണ്, ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കനൊക്കെ ഈ ഒരു സമയത്ത് നന്നായിട്ട് കുക്കായി വരണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ച കപ്പലണ്ടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കാം. ഒരു 1-2 മിനിറ്റും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. ഇനി 1 ടീസ്പൂൺ ഹണി കൂടി അതിൻ്റെ പുറത്തായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസും കൂടി ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ. നമ്മുടെ ചിക്കൻ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ലാസ്റ്റിൽ ഒരു ഗ്ലേസിങ്ങിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ നല്ലെണ്ണ കൂടി അതിൻ്റെ പുറത്തായിട്ടൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഇത് സെർവിങ് ഡിഷിലേക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നമ്മുടെ ചൈനീസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ സെർവ് ചെയ്യുന്ന അതേ ഒരു രീതിയിലാണ് ഈ ഒരു ഡിഷ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകും. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അത്യാവശ്യം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ അതല്ല പൊറോട്ട എന്തിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഒരു ഡിഷാണ്. ഞാനിപ്പോൾ ഒരു ചൈനീസ് പാൻ കേക്കിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയും ഞാൻ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അയ്യോ, നല്ല ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. കൈ തൊടാൻ മേല. ചൂട് കൊണ്ട് കൈ തൊടാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കൈ പൊള്ളുന്നു. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒന്നും പറയാനും വാക്കുകളില്ല. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അയ്യോ, ആ പീനട്ട്സും എല്ലാം കൂടി ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ അതിൻ്റെ സ്വാദിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചിക്കൻ ഡിഷും പാൻ കേക്കും കൂടി ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലേക്ക് വന്ന് ഒന്ന് എഴുതാൻ മറക്കണ്ട. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.